ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള പീനട്ട് ബട്ടർ ഉണ്ടാക്കാം. ഹൈ പ്രോട്ടീനും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബോഡി ബിൽഡിങ്ങിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പീനട്ട് ബട്ടർ. പക്ഷേ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിലവർ എക്സ്ട്രാ ഓയിലും ഷുഗറും ഒക്കെ ചേർത്തിട്ടുണ്ടാവും. റിഫൈൻഡ് ഓയിലും റിഫൈൻഡ് ഷുഗറും ഒന്നും ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനും അല്ല. പോരാത്തതിന് പ്രിസർവേറ്റീവ്സും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിത് വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സാധാരണ വറുത്ത കപ്പലണ്ടി മാത്രം മതി. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കപ്പലണ്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വറുത്ത കപ്പലണ്ടിയാണ് വേണ്ടത്. 150 ഗ്രാം കപ്പലണ്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ മധുരം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കപ്പലണ്ടിക്ക് തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ തേൻ വേണ്ടാന്നുള്ളവർ ചേർക്കണ്ട, കുഴപ്പമില്ല. അതിന് ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. എന്നാലും തേനോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഒരിക്കലും റിഫൈൻഡ് ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2 ഈന്തപ്പഴം ഇട്ടാലും മതിയാകും. അപ്പോൾ ഇതിനൊക്കെ പക്ഷേ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് തേൻ തന്നെയാണ്. അപ്പോൾ തേൻ കയ്യിലുണ്ടെന്നാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിൽ ലോ സ്പീഡിലിട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പൾസ് ബട്ടണിലിട്ടിട്ട് 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള തേനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. തേൻ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റെങ്കിലും ഹൈ സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആവുന്നത് വരെ അരച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ പേസ്റ്റ് പോലെ നമുക്കിത് കിട്ടും. ഇതിലേക്ക് അങ്ങനെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചിലർ ചിലപ്പോൾ ബട്ടർ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഓയിലും ചേർക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പീനട്ടിൽ തന്നെ ആവശ്യത്തിന് എണ്ണ ഉണ്ടാവും. അപ്പോൾ ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരും കുറച്ച് നേരം നമ്മൾ അരച്ചു കഴിയുമ്പോൾ. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്താണെങ്കിൽ ഒരു 3-4 ദിവസം പുറത്തും ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. പിന്നെ ചിലപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ഒന്ന് ചൂടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തിട്ടതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അരച്ചെടുത്താൽ മതി. ഹൈ സ്പീഡ് മിക്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിലും ഒരു 5 മിനിറ്റൊക്കെ ആവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ഒക്കെ ആയിട്ടുള്ള പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ യമ്മി വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.